കേരളത്തിൽ ഒരു ഭാഗത്ത് അതിതീവ്ര മഴയും മിന്നൽ പ്രളയവും, മറുഭാഗത്ത് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ആശങ്കയും. ഈ വർഷത്തെ മഴയുടെ സ്വഭാവം നിർണ്ണയിക്കുന്ന രണ്ട് പ്രധാന സമുദ്ര പ്രതിഭാസങ്ങളാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നത്. പസഫിക് സമുദ്രത്തിലെ എൽ നിനോയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇന്ത്യൻ ഓഷൻ ഡൈപോൾ അഥവാ IUDയും. ഈ രണ്ട് പ്രതിഭാസങ്ങളുടെ ശക്തിയും ദിശയും തന്നെയാകും വരും ദിവസങ്ങളിലെ, വരും മാസങ്ങളിലെ മഴയുടെയും ചൂടിൻ്റെയും ചിത്രം നിർണ്ണയിക്കുക. സാധാരണയായി എൽ നിനോ രൂപപ്പെടുമ്പോൾ പസഫിക് സമുദ്രത്തിൻ്റെ മധ്യകിഴക്കൻ ഭാഗത്തെ സമുദ്രോപരിതല താപനില ഉയരും. ഇന്ത്യയിൽ നിന്നും ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയാണെങ്കിലും ഇത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിനെ ദുർബലപ്പെടുത്താൻ കഴിവുള്ളൊരു പ്രതിഭാസമാണ്. അതിൻ്റെ ഫലമായി രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും മഴ കുറയാനും ചൂട് കൂടാനും വരൾച്ചയും കാർഷിക പ്രതിസന്ധിയും ഉണ്ടാകാനും സാധ്യത. എന്നാൽ കാലാവസ്ഥ ഇന്ന് അത്ര ലളിതമല്ല. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ മഴയുടെ അളവിനേക്കാൾ മഴയുടെ തീവ്രതയാണ് വർദ്ധിക്കുന്നത്. അതായത് മഴ കുറവായ ദിവസങ്ങൾക്കിടയിൽ തന്നെ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ അതിശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യം രൂപപ്പെടുന്നു. കേരളത്തിൽ അടുത്തിടെ കണ്ട മിന്നൽ പ്രളയങ്ങളും ഉരുൾപൊട്ടലുകളും ഈ പുതിയ മഴ പാറ്റേണിൻ്റെ ഉദാഹരണമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിനിടയിലാണ് പ്രതീക്ഷ നൽകുന്ന മറ്റൊരു സമുദ്ര പ്രതിഭാസമായിട്ടുള്ള ഇന്ത്യൻ ഓഷൻ ഡൈപോൾ അഥവാ IUD കൂടി ശ്രദ്ധ നേടുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിലെ സമുദ്ര ഉപരിതല താപനിലയിലെ വ്യതിയാനത്തെയാണ് IUD എന്ന് വിളിക്കുന്നത്. പോസിറ്റീവ് IUD രൂപപ്പെടുകയാണെങ്കിൽ ഇന്ത്യയിലേക്കുള്ള ഈർപ്പത്തിൻ്റെ അളവ് വർദ്ധിക്കുകയും എൽ നിനോയുടെ ദോഷഫലങ്ങളെ ഒരു പരിധിവരെ ഇതിന് കുറയ്ക്കാൻ സാധിക്കുകയും ചെയ്യും. കാലാവസ്ഥാ മോഡലുകൾ സൂചിപ്പിക്കുന്നത് ഇനിയുള്ള മാസങ്ങളിൽ പോസിറ്റീവ് IUD രൂപപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ സംഭവിച്ചാൽ മഴയുടെ കുറവ് ഭാഗികമായി നികത്താൻ കഴിയുമെന്നാണ് വിലയിരുത്തുന്നത്. എന്നാൽ അതിനർത്ഥം എല്ലായിടത്തും ക്രമമായ മഴ കിട്ടുമെന്നല്ല. ചില മേഖലകളിൽ അതിതീവ്ര മഴയും മറ്റിടങ്ങളിൽ മഴക്കുറവും ഒരേ സമയം തന്നെ അനുഭവപ്പെടും. അങ്ങനെ ഒരു സാഹചര്യം തുടർന്നേക്കാം. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ പറയുന്നതനുസരിച്ച് ഒരു എൽ നിനോ വർഷമെന്നത് എല്ലാ ദിവസവും വരൾച്ച എന്നല്ല അർത്ഥം. അന്തരീക്ഷത്തിലെ താഴ്ന്ന മർദ്ദങ്ങൾ, അറബിക്കടലിലെയും ബംഗാൾ ഉൾക്കടലിലെയും ചുഴലിക്കാറ്റ് സാധ്യതകൾ, മൺസൂൺ ട്രഫിൻ്റെ സ്ഥാനം എന്നിവയുമൊക്കെ മഴയുടെ വിതരണത്തെ ശക്തമായി തന്നെ സ്വാധീനിക്കും. അതുകൊണ്ട് കേരളത്തിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി മഴയുടെ അളവ് മാത്രമല്ല, മഴയുടെ അതിതീവ്ര സ്വഭാവം കൂടിയാണ്. മണിക്കൂറുകൾക്കുള്ളിൽ പെയ്യുന്ന കനത്ത മഴ മിന്നൽ പ്രളയത്തിനും ഉരുൾപൊട്ടലിനും വഴിയൊരുക്കുമ്പോൾ പിന്നീട് നീണ്ട ഇടവേളകളിൽ മഴ കുറയുന്നതും സാധാരണയാകുന്നു. അതുകൊണ്ട് തന്നെ കാലാവസ്ഥാ മുന്നറിയിപ്പുകളെ ഗൗരവത്തോടെ കാണുക. മലയോര നദീതീര മേഖലകളിൽ ജാഗ്രത പാലിക്കുക. ദുരന്ത നിവാരണ സംവിധാനങ്ങൾ കൂടുതൽ ബലപ്പെടുത്തുക, ശക്തമാക്കുക എന്നിവയാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. എൽ നിനോയും IUDയും തമ്മിലുള്ള ഈ കാലാവസ്ഥാ പോരാട്ടം എങ്ങനെ അവസാനിക്കുമെന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇനി കേരളത്തിൻ്റെ മഴക്കാലത്തിൻ്റെ ബാക്കി ചിത്രം കൂടി തീരുമാനിക്കപ്പെടുക. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.